ഗായ്സ് വി ആർ റീച്ച്ഡ് അറ്റ് ചാമുണ്ടി ഹിൽസ്. ഇവിടെ എന്താണ് കാണാനുള്ളത്? ഷർട്ടൊക്കെ ഇട്ടിന് തണുപ്പ് കാരണം വീണ്ടും ഇവിടെ എന്താ കാണാനല്ലേ അറിയോ? ഇവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. പോയോ കേട്ടെ. പിന്നെ സ്കൂള് ഇവിടെ വിട്ടത്. ഇപ്പൊ സാധനം എല്ലായിടത്തും ഒരേ മാതിരി തന്നെയാടാ. പിന്നെ നമ്മളൊപ്പം വന്ന 2 ബസ്സാരെ കാണുന്നില്ല. നമ്മളൊപ്പം വന്നവരോടാ 2 ബസ്സാര് മിസ്സിങ് ആണല്ലോ. ഒപ്പം വന്ന 2 ബസ്സാരെ കാണാനല്ലാതാ. കൊറേ ടോയ്സ് ഉണ്ട്. ടോയ്സ് അല്ല, എന്താണ് ബൊമ്മ പോയോട്ടെ. അതായത് പറടാ, എന്താണ് ചാമുണ്ടി ഹിൽസിനെ കുറിച്ച് എന്താ പറയുന്നത്? എന്റെ മച്ച അങ്ങോട്ട് നോക്കൂ. നമ്മള് അപ്പഴും കൂടെ പോവാ. വേണ്ട, സാധനം പാളും. ഇവിടെ ഇനിയിപ്പോ എന്താണല്ലേ നമുക്ക് പ്രത്യേകിച്ച് കാണാനൊക്കെ ഉള്ള. സാധനം വാങ്ങ. ഓ തണുപ്പ് അടിപൊളി. കുട്ടി വാങ്ങിയത് മുതലായത് ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. ഇവിടെ എന്താണല്ലേ ഗ്ലാസ്. ഇവിടെ വൻ സീനാണ്. ഇവിടെ സാധനം പൊക്കിയെന്നൊക്കെയാണ് പറയുന്നത്. ചെക്കന്മാരാണെങ്കിൽ എടുത്തിട്ടുമില്ല. അപ്പൊ ഇവിടെ പൊക്കലാണ്. ഇയാള് വൻ സീന്. പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരത്തോടായി പോലെ ഈ സാധനം നോക്കിയതൊക്കെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ ഒരു സാധനം എടുത്തിട്ടില്ല. ഒരു വൻ കോൺഫിഡൻസിലാണ്. ചെക്കൻ്റെ അടുത്ത് ഒന്ന് കിട്ടിയിരിക്കണല്ലോ. ആള് സീനാണ്. ഇത് വിഷയാവുന്ന തോന്നണേ. കൊടുക്കണ്ടേ? ഓരോ സാർമാരൊക്കെ വന്നിക്കണ്. ചെക്കന്മാര് വിട്ടുകൊടുക്കണില്ല. ഓൻ പറയണ കൊടുത്തിട്ടില്ല തന്നെയാണ്. ഓൻ വാങ്ങിന്റെ പൈസ കൊടുത്തും ചെയ്തു. കാണാനല്ലോ നമ്മളെ പയ്യന്മാരെ കൂടെ ഇരുന്ന് കാണുന്നുണ്ട്. നമ്മളെ അടുത്തേക്ക് പോയിട്ടൊന്നുമില്ല. നമ്മക്ക് പണിട്ടെടുത്തല്ലോ. ഓ ചെക്കന്മാരെ ഫ്രണ്ട്സ് എത്തിക്കണ ഗൈസ്. സീനാവുന്നാ പറയണേ. അതാണ് പറയണേ. ഇവിടെ വന്നാലൊന്നും കക്കാൻ നിൽക്കരുത്. നല്ല സാധനം മതി കേട്ടോ. ഡണ്ണാണ്. കണ്ടോളി. ആദ്യ തല ആദ്യ ഇല്ലേ അവിടെ പോയിട്ട് വാങ്ങാൻ പൈസ ഉണ്ട്. അവിടെ പോയി കാണാൻ പൈസ ഉണ്ട്. ഞങ്ങക്ക് കണ്ടന്റ് ഉണ്ട്. മറ്റേ പ്രശ്നമൊക്കെ നമ്മളിങ്ങനെ നടക്കാട്ടോ. 1-2 പിക്കൊക്കെ എടുത്തുകാണ്ട് സംഭവം തരിയാനോ കട്ടക്കണോ? ഓന്റെ അത് തെറ്റുണ്ടോ? നമുക്കൊന്നും പറയാം. പക്ഷെ ഓന്റെ ഒരു കോൺഫിഡൻസ് കണ്ടിട്ട് കള്ളന്മാർ എത്ര പിടിക്കപ്പെട്ടാലും വീഡിയോ ഉണ്ടാക്കി ഒന്നുമില്ല ടിക്കെടുക്കട്ടെ സാറിന്റെ ഒപ്പം. ചമ്മരെ എന്താക്കണം റിതിലിന്റെ വക കുറച്ച് കമ്പം കിട്ടിയിട്ടുണ്ട്. സാധനം കണ്ടെന്ന് അറിയില്ല. ഇതിന്നൊരു സ്പോട്ട് തിന്നാ തിന്നേ. പൈസ കാട്ടണ്ട, തിന്ന് ടേസ്റ്റ് നോക്കാനാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആദില എനിക്കൊരു സ്പൂണാ. ഒരു സ്പൂൺ എടുത്താട്ടെ, തൊള്ളിലേക്ക് എടുത്താ. അയ്യോ ആദില സാധനം കഴിച്ചു നോക്കും. റിവ്യൂ പറ. തെറ്റാണോ? കപ്പേ
ചൂടാണോ? എന്താ ഗൈസ്, നമ്മളിവിടെ എവിടെ വന്നൊരു വലിയൊരു അമ്പലമൊക്കെ കണ്ടേക്കണേ. എന്താവുന്നൊരു ഐഡിയ ഇല്ല. ഓ പോട്ടെ പോട്ടെ. ഡബ്ല്യു സാധനമാണോ അൻസിഫ? നല്ല കാറ്റും ഉണ്ട്. ഓ ഇവിടെ കിടിലം കൊറേ സിനിമകളൊക്കെ ഇറങ്ങിയിരിക്കണേ. റൂമറാട്ടോ. അതെ. ഏത് ഇങ്ങോട്ടോ? ചെറുടെ ഇട്ട് അനെയാവോ? എനക്ക് കേട്ട കെട്ടിക്കോ. എന്താ കെട്ടേ കെട്ടേ. ഗൂഗിൾ പേ ഉണ്ടോ? ഷൂ ഒക്കെ കൊണി ചോദിക്കോ? ചമര ഇവിടെ സീനാണ്. ഓ ചെക്കന്മാരെ ഉള്ളിൽ കയറിയാണ്. നമ്മള് ഷൂ ഊരാൻ വെച്ചാത്തോണ്ട് കേറണില്ല. സംഭവം എന്താ അറിയോ? ഇതിന്റെ പിന്നില് വലിയ എന്താ, പണ്ടൊരു മനുഷ്യന് കല്യാണം ഒന്നും ശരിയാവും. പെട്ടെന്ന് കല്യാണം അയാനെ കയറണെന്നാ കയറിക്കോ. പെട്ടെന്ന് കല്യാണം നടക്കും. ഷെജിൻ കയറി വരുള്ളൂ. ഷെജിനെ ഇജവിടെ മുട്ടെത്തോ നൈസായി കാരം. ഒന്നെങ്കിൽ നമുക്ക് ഈ കൂടെ വേറെ ഏതെങ്കിലും പോയി കാണുക. അതിനുണ്ടപ്പോ ടേസ്റ്റ് നോക്കാനല്ല എനിക്ക് ടേസ്റ്റ് ഒന്നും വേണ്ട. ഞാൻ നിർത്തി. പൈസ ഗായ്സ് നമ്മളിവിടെ ചുറ്റി കാണാൻ വന്നതൊക്കെയാണ്. ആ ഒരു അമ്പലമൊക്കെ കണ്ട് ഇവിടുത്തെ ഭക്തി, നല്ല ഭക്തിയുള്ള ആൾക്കാരാണ് ഇവിടെ കാണാൻ പറ്റിയത് കേട്ടോ. പക്ഷെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് നൈസായി അല്ലേ? നമുക്ക് ഈ ലൈറ്റും പീസ്ഫുൾ സാധനം. നമ്മളെ നാട്ടിലൊന്നത് എന്താണ് ഇവിടെ ഇതിനെ കുറിച്ച് എന്താ പറയാ? ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു DJ നിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വാടകക്ക് കാലിട്ടൂല. അതുകൊണ്ട് വാടകക്ക് കാലിട്ടൂലാന്നോ? കാലിൽ നിക്കുന്നു തോന്നുന്നു. നമുക്ക് ഏതായാലും ഇപ്പൊ ചോളം വാങ്ങാൻ പോകും. അതൊക്കെ ആരും നോക്കണം. ചോളം അടക്കട്ടെ. നമുക്ക് ചോളം 13 തരാം. നമ്മൾ സാധനം വാങ്ങാണ്. ചോളം ഞാൻ കണ്ടിട്ടുള്ളൂ, ഇതുവരെ തിന്നിട്ടില്ല ഈ സാധനം. എന്ത് ഈ സാധനം ഞാൻ കണ്ടിട്ടുള്ളൂ, ഇതുവരെ തിന്നിട്ടില്ല. ഇത് ഞാനായിട്ട് തിന്നിട്ടില്ല. ആ ഇതല്ല, ഞാൻ ഇപ്പൊ മറ്റേ ക്ലാസ്സിലുള്ള കഴിച്ചു. സാധനം നോക്കട്ടെ. ഏതായാലും ഞങ്ങൾ സാധനം വാങ്ങാണ്. കമ്പം ചുടുന്നുണ്ട് കേട്ടോ അവിടെ. ബോയിൽ ചെയ്തതാകുമ്പോ മറ്റേ ശരിക്കും ചമക്കാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അതല്ലേ വേറെ എക്സ്പീരിയൻസ് ആവട്ടെ. ചുട്ട മാതിരി കാരണം നമ്മൾ ലേറ്റ് ആവോ? സാധനം വരട്ടെ. സാധനം വന്നിട്ടോട്ടെ. സാധനം എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഓരോന്നും തിന്നണില്ല. കാരണം എന്താ? കാരണം ഉള്ളേ തീക്കാനല്ലേ ചേച്ചി എക്സ്ട്രാ കഴിഞ്ഞ നമ്മള് സ്പെഷ്യലാണ്. 500 രൂപ ആദ്യം പറഞ്ഞു. കരിണീനനുസരിച്ച് വില കൂടും. പക്ഷെ നമ്മക്ക് 500 രൂപ ആദ്യം പറഞ്ഞു. 30 ചോദിച്ചപ്പോഴേ ഇവർക്കൊന്ന് കരിച്ചിട്ട് കൊടുക്കേ. നമ്മള് 50 പറഞ്ഞ സാധനം ബാർഗൈൻ ചെയ്ത് 30 വാങ്ങിയാണ്. നീ പറയുന്നത് ചിലപ്പോ നമ്മളെ മുക്കിലാക്കാൻ വേണ്ടി ഒന്നിനും കുറവാണ്ടായിരുന്നില്ലേ? നമ്മളെ കമ്പം വാങ്ങാൻ വന്നിട്ടേക്കാരം. നോക്ക ഏതായാലും റെനിന് ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. 50 പറഞ്ഞ സാധനം നമ്മള് 30 വാങ്ങിക്കണേ. മസാല കെട്ടിക്കണേ. കഴിച്ച നിർത്തിക്കളാ. അടുത്ത നോക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആണുള്ളത്.
മധുരോ? ആ മധുരം ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞേ, ബോയിൽ ചെയ്തത് വേണോ മറ്റേത് വേണോ? മസാലന്റെ ടേസ്റ്റ് ഇപ്പഴാ കിട്ടുന്നത്. മസാലന്റെ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. ഓണസ്റ്റ് റിയാക്ഷൻ അങ്ങനെ പറയാൻ പാടില്ല, ഇവിടെ ബ്ലോഗിങ് ആണ്. നമ്മളെന്ത് കഴിച്ചാലും സൂപ്പർ. മസാലന്റെ ചോയ അശ്വറിന്റെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേ. റനീന്റെ വക കിട്ടിയതാ. ഞാനും ചുട്ടത് കഴിച്ചിട്ടില്ല. നേരത്തെ എന്താണ് ക്ലാസ്സിലത് പാറ കൊണ്ടുവന്നു. അത് സ്വീറ്റ് കോൺ. എന്ത് കോണാണ് ക്ലാസ്സിലെ കഴിച്ചു. അത് സെറ്റ് ചെയ്യണം സാധനം. ഇനി ഇത് കഴിച്ചു നോക്കണം. റനീന് 50 പറഞ്ഞാൽ 30 വാങ്ങിയതാണ്. നമ്മൾ കഴിച്ചിക്കണെന്നൊക്കെ തോന്നണേ. അടിപൊളി ഫസ്റ്റ് പ്രൈസ് ആണ്. അത് ശരിയാണ്. സാധനമാണ്, ഒന്നും പറയാല്ല. ആദ്യമായിട്ട് തിന്നുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതിന്റെ ആ എരിവുണ്ടല്ലോ കുറച്ച് കൂടുതലാണ്. ചുണ്ടും മനുഷ്യ എപ്പോഴും ഉണ്ട്. എരിവളക്കട്ടെ, ഉപ്പൊക്കെ കറക്റ്റാലേ. വേവാത്ത പ്രശ്നമൊന്നുമില്ല. നാരങ്ങ പിന്നെ ചോയ നാരങ്ങയൊക്കെ ഉണ്ടോ? ആന്റെ കഴിക്കും കഴിക്കും. അതതിന്റെ ടേസ്റ്റ് ആണ്, മനസ്സിലായോ? ഒരടി കൂടി അടി ഒന്നുകൂടി കഴിഞ്ഞ മാരിണ്ട്. നമ്മള് ചെക്കന്മാര് ടേസ്റ്റിന് വരുന്നുണ്ട്. നല്ല മതിയോ? നല്ല പിക്ചർ. ഓ മരുന്ന് കരിഞ്ഞത്. ചെക്കന്മാരെ പോസാണ് അതൊക്കെ. ആരാന്നറിയില്ല. ഷാവുലേന് സോറി ചെക്കന്മാര്. ഞാൻ ബംഗാളിയാണ് കരുതി. അല്ലടാ, ഞാൻ കണ്ണാടിയിട്ട് ഇങ്ങനെ നോക്കിന്നപ്പോ ബംഗാളിയാണ് കരുതി. പക്ഷെ ഇപ്പൊ മലയാളികളുടെ ലുക്ക് ഉണ്ട്. കണ്ടില്ല കണ്ടില്ല. നമ്മളെ ഭാവിതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ക്ലാസ്സിൽ എങ്ങനെ വരുന്ന വെക്കണോ? എങ്ങനെ വരില്ല. ട്രിപ്പിനായിട്ട് ഇറങ്ങിയപ്പോണ്ടല്ലോ ബൂട്ട്സ്, പാന്റ്, കോട്ട്, ജാക്കറ്റ്, ആന്റെ ഇപ്പം ക്ലാസ്സിൽ ഫുള്ള് കഞ്ചാവാണ്. ട്രിപ്പിന് ഇറങ്ങാണ് പറഞ്ഞപ്പോ 2 എക്സ്ട്രാ ഇട്ടിക്കണ്. അപ്പൊ ബൽഗന്റെ ലൈഫ് നമ്മളെ അമ്മച്ചിന്റെ കടയത്തെ സാധനം ഇവിടുന്ന് വാങ്ങിച്ചു വെച്ചു. അതെന്താ നമ്മൾ പറഞ്ഞ എന്താ നമ്മളപ്പം നടക്കുന്നവർക്ക് ഇത് കൊടുക്കണം. അങ്ങനെയാണല്ലോ നമ്മള് പഠിച്ചിട്ടുള്ളത്. കൊടുത്തേക്കണം. റിയാക്ഷൻ കാണാം. ഒരു കടി കൂടി ഞാൻ ചുണ്ടുണ്ടല്ലോ ഏരിയ തോത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യെ പിടിച്ചോ. എങ്ങനെയുണ്ട് ടേസ്റ്റ് കറി? അടിപൊളി. ഞങ്ങൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇതിന്. കഴിക്കാൻ കൊടുക്കണം. റിവ്യൂ അറിയാതെ പോവാൻ പറ്റൂല. സാധനം പറ എന്താണ് സംഭവം? എന്താ സംഭവിച്ചെന്താണ്? മൂന്ന് ചോക്കോബാറാ കഴിഞ്ഞ്. പക്ഷെ സാധനം സീനല്ലേ, കിടില്ല. മുമ്പോട്ട് പോയോക്ക. നമുക്ക് എല്ലാവർക്കും റിയാക്ഷൻ എടുക്കാൻ മാത്രം സാധനം കമ്പൈൻമെന്റ് പറ. നമ്മളെ ഷെമിലിനെ കിട്ടിയിട്ടുണ്ട്. ആരാണ് ഷെമില? എന്തോ ഇഷ്യുണ്ട്. പോട്ടെ. അതാക്കണ്. അങ്ങനെ കുടുങ്ങി ആള് തിന്ന് പോകുകയാണ്. ഇനി ഒന്നെങ്കിൽ എവിടെങ്കിലും കളയൂല. എവിടെങ്കിലൊക്കെ നമ്മള് കഴിക്കും അല്ലെങ്കിൽ കഴിപ്പിക്കും. റിതില വണ്ടി എന്നാ എന്താണ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കഷ്ടപ്പെട്ട് അമ്മച്ചുണ്ടാക്കിയതാണ്. ചുട്ട് അങ്ങനെയല്ല, ആക്കമ്പോലെ കഴിക്ക്. തുപ്പല് നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല ക്യാൻസർ വരെ മാറ്റാത്ത മസാല. അതെ, 30 കയ്യും കൊണ്ട് കിളമ്പി ഉണ്ടാക്കിയ കിളമ്പിട്ടല്ല. അമ്പലത്തിന്റെ റോഡ് എങ്ങനെയുണ്ട്?
എനക്കെങ്ങനെയുണ്ട് വൈഷ്ണവ് പറ? അൻപിന്റെതാണ് ഞങ്ങള് 30 വാങ്ങിച്ചെടുത്തു അല്ലേ? നല്ല രസമുണ്ട്. അപ്പൊ ശരി, ഈ വ്ളോഗ് അവസാനിച്ചാണ്. ഇനി ഞങ്ങളില്ല, ചിലപ്പോ ബസ് കയറാൻ പറ്റൂല. നമ്മളീ സാധനം ആരും വാങ്ങണില്ല. അപ്പൊ നമ്മളെ ബസ്സിത്തെ ക്ലീനറും ഡ്രൈവർമാരൊക്കെ ഉണ്ട് ഇവിടെ. ഓൽക്ക് കൊടുത്താണ്ട് നമുക്ക് റിവ്യൂ എടുപ്പിച്ച പെടുമ്പോ നമ്മള് മാത്രം പെട്ടാ പോരല്ലോ, എല്ലാരും പെടണ്ടേ. എന്നാലുള്ള ബസ് നിർത്തുക. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നാല് കൊടുക്ക്. ഇസത് കഴിച്ചിക്കണോ? കിടില സാധനം, നല്ല അടിപൊളി. ഞങ്ങള് പാർഗൈൻ ചെയ്ത് വാങ്ങിച്ചാണ് പറഞ്ഞത്. ഇത് ചുട്ടതാണ്. എങ്ങനെയുണ്ട്? ഇത് കരിഞ്ഞതാണ്. പുഴുങ്ങിയതും ആണോ കരിഞ്ഞതും ആണോ വെച്ച്? അപ്പൊ കരിഞ്ഞത് അല്ല, ഇതാ കാട്ടി തരാം. ഒന്ന് കടിച്ചാട്ടി കൊടുത്താ ഒന്ന് തിന്നാടി കൊടുത്താ ധൈര്യമായിട്ട് കഴിക്കാം. അതെ അതെ, ഒന്ന് കുറച്ച് ചമച്ച് കഴിഞ്ഞാലാണ് ഇത് കിട്ടുക. ഇത്രക്ക് പോറ സാധനം നല്ലല്ലോ. അപ്പൊ അത് നമ്മളിപ്പോ കഴിച്ചറിവ് എടുത്തല്ലേ. ഐബീര് പറഞ്ഞതേനി അല്ലേ? അപ്പൊ 30 രൂപ വെച്ചാൽ അമ്മച്ച് തരാറിന്. തിന്ന് അത് നോക്ക്, സാധനം രസമുണ്ട് ബോബി. ഇല്ല ഇങ്ങനെ തുപ്പ മാത്രം ഒന്നും ഇല്ലാതെ എല്ലാരും തുപ്പിയ സെറ്റല്ലേ? കഴിച്ചോ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. അതെ ഇനി വാ, ഇനി അടുത്ത ആൾക്കാരെ നോക്കി പോവാ. ഓ ഇവിടെ വേറെ ഫുഡ് വരുന്നുണ്ടല്ലോ, അതുപോലെ ചായയാണ്. നമുക്ക് ചായ വേണ്ട, പോര് ചായ വേണ്ട. കുറെ ചായ അടിച്ചെടുപ്പ എന്താകണ്. ദേവിക ഇല്ല നടക്കുന്നുണ്ട്. ദേവികനെ ടൂറിന് വന്നിട്ട് പിന്നെ കണ്ടിട്ടില്ല. അമലിനെ കിട്ടിയേക്കണ്. അമലെ അമ്മച്ചിന്റെ ഫോണ്. അടിപൊളി. ഇങ്ങനെയും നമ്മള് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കടിച്ചൊക്കെ തുപ്പരുത് കേട്ടോ. അത് കഴിക്കണം. അത് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരിക. ഇല്ലല്ലേ? ടേസ്റ്റ് സെറ്റ് അല്ലേ? ഒരു കടിയും പാടെ ട്രസ്റ്റ് വരട്ടെ. അതാണ് ഇറങ്ങിക്ക. കണ്ടോ? അതെ, നമ്മളിപ്പോ ഇത് കഴിച്ചല്ലേ. ബാക്കിയല്ലോ തൊള്ളിക്കിട്ട പോതിനൊരു തുപ്പിട. അതൊക്കെ ഓവറല്ലേ? അടുത്ത ആൾക്കാരെ പിടിക്കാം. അമ്മച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് നമ്മക്ക്. അങ്ങനെയല്ല, നിങ്ങളിത് രസമല്ലായിരുന്നു തിന്നരുത്. രസം എന്റെ ഇരുത്തി തിന്നി, അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അല്ലേ? 50 രൂപ ഇത് നമ്മള് വാങ്ങി വെച്ചാണ്. നമുക്ക് വേണ്ട ഇല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ തുപ്പിയോട് എന്താ പറയല്ലേ? ആ അമ്മച്ചി അങ്ങനെ കഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് എത്രയും പറഞ്ഞതേനി? ഞങ്ങളത് പറഞ്ഞാ മതി കേട്ടോ. റെനീൻ 1 2 3 പറഞ്ഞാൽ 30 കിട്ടും. അൻപാ പറയാ എന്താ ഇവിടെ ഡീലായിക്കാ. ഇതൊന്ന് വില അറിയിക്കാ റെനിനെ. അടിച്ചൂട്. ഇവിടെ ഉണ്ട് ഫുള്ള് കഴിക്കണം കേട്ടോ, വേസ്റ്റ് ആക്കാൻ പറ്റൂല. എടാ തിന്നോക്ക്, തിന്നു കഴിഞ്ഞാൽ രസമുണ്ടായി. സാധനം കഴിഞ്ഞില്ല സാധനം വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് അതാ വേസ്റ്റും കൊട്ടിയിലിട്ടു. ഇതാ കഴിഞ്ഞു. ഇനി വ്ളോഗ് ഒന്ന് അപ്പ് ചെയ്താ, കമ്പം വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യ്. അന്റെ ലാസ്റ്റത്തെ റിവ്യൂ പറഞ്ഞാണ്ട് നമ്മള് നേരെ ഡിജെക്ക് പോവുകയാണ്. ഡിജെ കഴിഞ്ഞിട്ട് പൂളുണ്ടാവും. പൂളുണ്ടാവും. ചാൻസ് കുറവാണ്. അപ്പൊ ശരി, ബൈ.